ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊക്കെയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഓണമായിട്ട് ഒരു സ്പെഷ്യൽ പായസം തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു പഴപ്രഥമൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പഴപ്രഥമൻ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1 കിലോ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ നുറുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്കതിനായി ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര കിലോ പഴമാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി മതിയാവും ശർക്കര എടുക്കാൻ. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശർക്കരപ്പാനി അരിച്ചെടുത്ത് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം വേവിക്കാൻ വെച്ചത് എന്തായി എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിവിടെ നമ്മുടെ പഴം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഒരു പാത്രം അടുപ്പത്ത്, പായസം വെക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന പഴത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ച ശർക്കര പാനി കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചു വരട്ടെ. അടുത്തായി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. അതിന് ഞാനിവിടെ തേങ്ങയുടെ 2ാം പാലും 1ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 2-3 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം 2ാം പാൽ ഒഴിച്ച് നമ്മുടെ പായസം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം പഴപ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴപ്രഥമനിലേക്ക് അവസാനമായി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനായി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം.
ഇനി അതിൻ്റെ ഒപ്പം കുറച്ച് റൈസിൻസ് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി ഇത് പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പഴപ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആണ്, കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.